ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പിടിയിലായ എൻ വാസുവിനും എ പത്മകുമാറിനുമെതിരെ നടപടിയുണ്ടാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടി വിശ്വസിച്ച് ചുമതലയേൽപ്പിച്ചവർ പാർട്ടിയോട് നീതി പുലർത്തിയില്ല എന്ന് MV ഗോവിന്ദൻ വിമർശിച്ചു. കുറ്റപത്രം സമർപ്പിച്ച ശേഷം ശക്തമായ നടപടി ഉണ്ടാകുമെന്നും MV ഗോവിന്ദൻ. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് MV ഗോവിന്ദന്റെ പരാമർശം. നന്ദുഷയുണ്ട് വിവരങ്ങൾ നൽകാനായി. നന്ദുഷ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടി പത്മകുമാറിനെതിരെ ഉണ്ടാകുമെന്നുള്ള കാര്യമാണോ ഗോവിന്ദ മാഷ് സൂചിപ്പിച്ചത്? വിശദാംശം. അതെ അജി, ഇതിൽ പ്രധാനമായും പറയുന്നത് പാർട്ടി വിശ്വസിച്ച് ചുമതല ഏൽപ്പിച്ചവർ ആ കൂറ് അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം പാർട്ടിയോട് കാണിച്ചില്ല എന്നാണ് ഗോവിന്ദ മാഷ് ഇന്നത്തെ ജില്ലാ നേതൃയോഗത്തിന് ആമുഖമായി റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ പ്രധാനമായും പത്മകുമാറിനെ തന്നെയാണ് MV ഗോവിന്ദൻ ഉന്നം വെക്കുന്നത്. കാരണം എൻ വാസു പാർട്ടി മെമ്പറല്ല, പാർട്ടിയുടെ പ്രത്യേക ഉത്തരവാദിത്തങ്ങളൊന്നും എൻ വാസുവിനെ സംബന്ധിച്ച് നിക്ഷിപ്തനല്ല. അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അതിനുശേഷം പാർട്ടി ദേവസ്വം പ്രസിഡന്റ് ആക്കിയതാണ്. എന്നാൽ പത്മകുമാർ അങ്ങനെയല്ല, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന ആളാണ്. അദ്ദേഹം ദേവസ്വം പ്രസിഡന്റ് സമയത്ത് ഗുരുതര കൃത്യവിലോപം ഉണ്ടായി എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ശക്തമായ നടപടി എടുക്കും എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ ജില്ലാ നേതൃയോഗത്തിന്റെ ആമുഖമായി റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഈ വിഷയം നേതൃയോഗത്തിൽ ചർച്ചയായില്ല എന്നതാണ് മറ്റൊരു കാര്യം. ആ കാരണം മറ്റൊന്നുമല്ല, ഇന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗമായിരുന്നു. ആ യോഗത്തിൽ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്നതായിരുന്നു പൊതു തീരുമാനം. എങ്കിൽ പോലും സംസ്ഥാന സെക്രട്ടറി ഈ യോഗത്തിന് ആമുഖമായി റിപ്പോർട്ട് ചെയ്തതിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും പത്മകുമാറിനെതിരെ നടപടി ഉറപ്പാണ് എന്ന കാര്യം തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി പത്തനംതിട്ടയിലും ആവർത്തിച്ചത്.